റഷ്യ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യമാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് ആവശ്യമായ 30-40% ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഈ പ്രകൃതി വിഭവങ്ങൾ ഇവയെല്ലാം റഷ്യയാണ് നൽകുന്നത്. എന്നാൽ ഇന്നലെ ഉക്രൈൻ ചെയ്ത ഒരു കാര്യം, ഇത് റഷ്യയുടെ ഏറ്റവും വലിയ റിഫൈനറിയെ തന്നെ ഔട്ട് ഓഫ് സർവീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യയുടെ പക്കൽ ഒരുപാട് റിഫൈനറീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവരെ കൊണ്ട് ഇതൊന്നും മാനേജ് ചെയ്യാൻ കഴിയില്ലേ? അല്ലെങ്കിൽ അത്ര വലിയൊരു സ്ട്രൈക്കാണോ ഉക്രൈൻ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതെ, തീർച്ചയായും. നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം ശരാശരി ഉപയോഗിക്കുന്നത് തന്നെ ഏകദേശം 12 മില്യൺ ഫ്യൂവൽസ് ആണ്. അതും പെട്രോൾ പ്രത്യേകം ഡീസൽ പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ ഔട്ട് ഓഫ് സർവീസിലേക്ക് പോയല്ലോ ഈ ഒരു റിഫൈനറി, ഇതിന്റെ ഒരു ദിവസത്തെ ഔട്ട്പുട്ട് മാത്രം 5,50,000 ബാരൽസിലും അധികമാണ്. ഇതിനെ സ്ട്രൈക്ക് ചെയ്ത് റഷ്യയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് ഉക്രൈൻ നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചും ഈ ഒരു സ്ട്രൈക്ക് എങ്ങനെ സംഭവിച്ചു, ഇതിനുശേഷം റഷ്യ അവിടെ സ്റ്റേറ്റ് ഓഫ് എമർജൻസി അനൗൺസ് ചെയ്തു. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വാർത്തകളും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യയുടെ ലെനിൻഗ്രാഡ് റീജിയനിലുള്ള ഖിർഷി റിഫൈനറി റഷ്യയുടെ വലിയ ഓയിൽ ജിയന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് റിഫൈൻ ചെയ്യുന്ന ഒരു കമ്പനിയായ സൂഗൾ നെഫ്റ്റഗാസിന് കീഴിൽ വരുന്ന ഒരു റിഫൈനറിയാണിത്. ഇത് റഷ്യാസ് 3rd ലാർജസ്റ്റ് ഓയിൽ റിഫൈനറിയാണ്. ഇതിൽ വർഷത്തിൽ എത്രത്തോളം ആനുവൽ ഔട്ട്പുട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആവറേജ് അവരെ കൊണ്ട് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ 17 മില്യൺ ബാരൽസിലധികം പെട്രോൾ പ്രത്യേകം ഡീസൽ പ്രത്യേകം ഇങ്ങനെയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഞാനീ പറയുന്നത് കമ്പൈൻഡ് പെട്രോളിയം പ്രോഡക്ട്സ് അല്ല, പെട്രോൾ പ്രത്യേകം ഡീസൽ പ്രത്യേകം ജെറ്റ് ഫ്യൂൽ പ്രത്യേകം അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന സാധാരണ ഫ്യൂൽ ഈ കെറോസിൻ എല്ലാം ചേർത്ത് ഇൻഡിവിജ്വൽ ഇത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റിഫൈനറിയാണിത്. മാത്രവുമല്ല റഷ്യയുടെ ഡൊമസ്റ്റിക് നീഡിന് ആവശ്യമായ 45%-ലധികം ഫ്യൂവൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു റിഫൈനറിയിൽ നിന്നാണ്. ഇത് റഷ്യയുടെ ടാസ് മാധ്യമം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രധാനപ്പെട്ട ഒരു റിഫൈനറിയിൽ സെപ്റ്റംബർ മാസം 14 രാത്രി ഉക്രൈൻ ഒരു സ്ട്രൈക്ക് നടത്തി. കുറഞ്ഞത് 14-15 ഡ്രോണുകളോളം ഈ ഒരു റിഫൈനറി ആക്രമിച്ചിട്ടുണ്ട്. അതും അതിന്റെ ഈ ഓയിൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വലുതായി യാതൊരു സ്ട്രൈക്കും സംഭവിച്ചില്ലെങ്കിലും ഈ ഓയിൽ ഇവർ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഒരു പ്രത്യേക ടാങ്ക്സ് ഉണ്ടാകും. അത് സെറ്റ് ചെയ്യാനായി പ്രത്യേകം ടാങ്ക്സ് ഉണ്ടാകും. അതായത് ഈ ഓയിൽ സെറ്റ് ചെയ്തിട്ട് പ്രത്യേക ഒരു ടെമ്പറേച്ചറിലേക്ക് അതിനെ വിഭജിച്ചെടുക്കാൻ വേണ്ടി സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടാകും. ഇത് രണ്ടിലും 5-ലധികം ഡ്രോണുകൾ നേരിട്ട് പതിച്ചു. അവിടെ ഒരു വലിയ സ്ഫോടനം സംഭവിച്ചിട്ടുണ്ട്. പെട്രോളിയം പ്രോഡക്ട്സിൽ എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ടാങ്കിൽ തന്നെ തീപിടുത്തം ഉണ്ടായാൽ അത് അത്ര വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കും. പറഞ്ഞറിയിക്കാനാകാത്തൊരു വലിയ സ്ഫോടനം തന്നെ അവിടെ സംഭവിച്ചു. ആ പ്രവശ്യയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ, അതായത് ആ റിഫൈനറിക്ക് ചുറ്റുമുള്ള 10 കിലോമീറ്ററോളം ഒരു എമർജൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളെ ഉടൻ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുവാനുള്ള പണികളെല്ലാം നടക്കുന്നുണ്ട്. ആരും ആ റിഫൈനറിക്ക് അടുത്ത് പോകാൻ പാടില്ല എന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് കെമിക്കൽസ് ഈ പ്രോസസ്സിൽ യൂസ് ചെയ്യും. അങ്ങനെയുള്ള കെമിക്കൽ ടാങ്ക്സ് പോലും ഈ ഒരു സ്ട്രൈക്കിൽ ഡാമേജ് ആയിട്ടുള്ളതായി റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും ക്രെംലിനും അവരുടെ ഔദ്യോഗികമായ വാർത്തയിൽ അറിയിച്ചു. അപ്പോൾ ഉക്രൈൻ ഇതുവരെയും ചെയ്തതിൽ വെച്ച് ഒരു വലിയ അറ്റാക്കായി ഇത് മാറിയിട്ടുണ്ട്. ഇത് റഷ്യയ്ക്ക് വലിയൊരു ദേഷ്യത്തിനും കാരണമായി. ചിന്തിച്ചു നോക്കുക, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു അറ്റാക്ക് സംഭവിക്കുകയാണ്. അപ്പോൾ അറ്റാക്ക് നടന്ന സ്ഥലത്ത് നിന്നും ഒരു 10-15 കിലോമീറ്റർ പരിധിക്കുള്ളിൽ എല്ലാവരെയും ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു പരിഭ്രാന്തിയാണോ ഉണ്ടാവുക? അത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ റഷ്യയ്ക്കുള്ളിലും ഉണ്ടായിരിക്കുന്നത്. ശരി, ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു ദിവസം ആവറേജ് 5,50,000 ബാരൽസോളം അവരെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അത്രത്തോളം കൂടുതൽ ഈൽഡ് നൽകുന്ന ഒരു റിഫൈനറിയെ ഔട്ട് ഓഫ് സർവീസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ. ഒരുപാട് തവണ ഇങ്ങനെയുള്ള റിഫൈനറീസ് ഔട്ട് ഓഫ് സർവീസിലേക്ക് പോകുന്ന കാര്യം നമുക്കറിയാം. അതൊക്കെ ചില ദിവസങ്ങളിൽ അവസാനിക്കും. ചില ദിവസത്തിൽ ആ പ്രശ്നത്തിൽ നിന്നും തിരികെ വരികയും വീണ്ടും അവരുടെ പ്രൊഡക്ഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നമാണോ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ സ്റ്റോറേജ് ടാങ്ക്സിൽ മാത്രമല്ല ഇവർ സ്ട്രൈക്ക് ചെയ്തത്. അതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ ടാങ്ക്സ്, ചുറ്റുമുള്ള എനർജി ഗ്രിഡ്സ്, ഇവയിലെല്ലാം ഈ പൂർണ്ണ റിഫൈനറി പ്ലാന്റിൽ 45%-ഓളം ഇവർ നശിപ്പിച്ചതായി ക്ലെയിം നടത്തി. ഇത് ഉക്രൈൻ്റെ അധികാരികൾ കൺഫേം ചെയ്യുകയും അതിൻ്റെ വീഡിയോസും പുറത്തുവിട്ടു. മാത്രമല്ല റഷ്യയുടെ അധികാരികളും ഈ ഒരു സ്ട്രൈക്കിനെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് റഷ്യ ഇങ്ങനെയൊന്നും സാധാരണ ചെയ്യാറേയില്ല. ഡെബ്രിസ് താഴെ വീണു, ഈ സ്പെയർ പാർട്സ് വീണത് കാരണം ഒരു ഫയർ സംഭവിച്ചു, അത് ഞങ്ങൾ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവിടെയുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ
അത്തരം ഒരു റഷ്യ തന്നെ ഇത് ശരിവെച്ചു എന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഒരു വലിയ പ്രശ്നമാണ് റഷ്യക്ക് നൽകിയതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഏകദേശം $1 മില്യൺ ആണ് സിമ്പിൾ ഡ്രോൺസ് ഉപയോഗിച്ച് നശിപ്പിച്ചത്. ഇത് റഷ്യയുടെ ലോക്കൽ പ്രൊഡക്ഷനെ പോലും എഫക്ട് ചെയ്യും. ഒരു ദിവസം 5,50,000 ബാരൽസ് ആണെങ്കിൽ അതിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും ഒരു പ്രത്യേക പെർസെൻറ്റേജ് ഉണ്ടാകും. റഷ്യയുടെ മോസ്റ്റ് ഓഫ് ദ ലോക്കൽ നീഡിന് ഈ റിഫൈനറിയിൽ നിന്നും ഓയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായി ഇപ്പോൾ കട്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ചില മാസങ്ങൾ വരെ എടുക്കാം, 1, 2, 3, അല്ലെങ്കിൽ ഒരു 6 മാസം, 1 വർഷം പോലും ആകാം ഈ റിഫൈനറി വീണ്ടും തിരികെ സർവീസിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബ്ലോക്കേഡ് റഷ്യ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യും. മറ്റ് റിഫൈനറീസിൽ നിന്നും റീറൂട്ട് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ അവർ ചെയ്യും. പക്ഷേ ഇത് നൽകിയിട്ടുള്ള എക്കണോമിക്കൽ തിരിച്ചടി, ലോസ്, ഇതൊക്കെ ഉക്രൈൻ ഇതിന് മുൻപ് മറ്റേത് തരത്തിലും റഷ്യക്ക് നൽകിയിട്ടേ ഇല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ക്രെംലിന്റെ റെസ്പോൺസ് ഇതിന് എന്താണ്? ഉക്രൈനെതിരെ തിരിച്ച് നടപടികൾ എന്തെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ തിരിച്ചടിയായി എന്തെങ്കിലും നൽകിയോ എന്ന് ചോദിച്ചാൽ ഇന്നുവരെയും അതിന്റെ യാതൊരു തെളിവും ലഭിക്കുന്നില്ല. ഇന്നലെ Ka-52 അലിഗേറ്റർ ഹെലികോപ്റ്റേഴ്സ് ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു പേര് വാർത്തകളിൽ വായിക്കാനിടയായി. കാരണം ഇതിനെക്കുറിച്ച് അടുത്തിടെയായി മേജറായി ഏതൊരു വാർത്തയും പുറത്തു വന്നിട്ടില്ല. ആ ഒരു ഹെലികോപ്റ്റേഴ്സ് ഇന്നലെ ഡോൺബോസ് റീജിയണിൽ ഒരു രാത്രി റൈഡ് നടത്തിയിട്ടുണ്ട്. ഉക്രൈനോട് ചെയ്തത്, ഈ ഡോൺബോസ് എന്തായാലും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് വന്നു, ഏകദേശം 95% വന്നിട്ടുണ്ട്, ലുഹാൻസ്കും ടൊണറ്റ്സ്കും ചേർത്ത്. എന്നാൽ വീണ്ടും ചിലയിടങ്ങളിൽ ഉക്രൈൻ അകത്തേക്ക് കയറി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഈ സ്ഥലങ്ങളിൽ പൂർണ്ണമായും ഫെൻസിംഗ് ഒന്നും നൽകിയിട്ടില്ല. അത് റഷ്യയുടെ നിയന്ത്രണത്തിലുള്ളതായി ക്ലെയിം ചെയ്യപ്പെട്ടാലും ഇതിൽ ഉക്രൈൻ ഇടയ്ക്കിടെ അകത്തേക്ക് വന്ന് ആക്രമണം നടത്തുന്നുണ്ട്. അങ്ങനെ ഇന്നലെ 3 ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സാണ് ഡോൺബോസ് പ്രദേശത്തേക്ക് കടന്ന് റഷ്യയുടെ പൊസിഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 40-50 സൈനികരുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു 150 സൈനികരോളം ഉക്രൈൻ ഈ ഡോൺബോസ് മേഖലയിലേക്ക്, ഫ്രണ്ട് ലൈനിലേക്ക് അയച്ചിട്ടുണ്ട്, എന്തോ ഒരു സീക്രട്ട് മിഷന് വേണ്ടി. ഇവർ ഈ വരാൻ പോകുന്ന ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് മുൻപ് തന്നെ റഷ്യക്ക് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ പട്രോളിംഗിൽ ഉണ്ടായിരുന്ന ഹെലികോപ്റ്റേഴ്സ് കണ്ടുപിടിച്ചോ എന്നൊന്നും അറിയില്ല. അത്രയേറെ സൈനികരെയും ഒറ്റ സ്ഥലത്ത് ചുറ്റി വളഞ്ഞ് ആ പ്രദേശത്തെ നോക്കി ക്ലസ്റ്റർ വാർഹെഡ്സും തെർമോബാരിക് വാർഹെഡ്സും ഫയർ ചെയ്തിട്ടുണ്ട്. ഇത് റഷ്യൻ സൈഡ് വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ സൈനികർ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെയുള്ള എല്ലാ സൈനികരും മരിച്ചുവെന്നും പറയുന്നുണ്ട്. കാരണം അലുമിനിയം തെർമേറ്റൊക്കെ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. ആക്ച്വലി ഇതൊന്നും ഉപയോഗിക്കാനേ പാടില്ല, പക്ഷേ റഷ്യ ഉപയോഗിക്കുന്നുണ്ട്, ഉക്രൈനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ എണ്ണത്തിൽ റഷ്യ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈൻ ഒരു ബോംബ് ഫയർ ചെയ്യുകയാണെങ്കിൽ റഷ്യ പകരം ഒരു 100 ബോംബുകൾ എറിയുന്നുണ്ട്. അപ്പോൾ ഡോൺബോസിൽ ഇന്നലെ നടന്ന ഈ ഒരു സംഭവം ഉക്രൈൻ സൈഡിൽ ഒരു വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. 150 സൈനികർ മരിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു കാര്യം അവരെങ്ങനെ മരിച്ചു എന്നുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. റഷ്യ ചെയ്ത ആ ഒരു കാര്യം ലിറ്ററലി വളരെ മോശമായ കാര്യമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ ചുറ്റി വളഞ്ഞ് മുഴുവൻ ആളുകളെയും കത്തിച്ചു വിട്ടിട്ടുണ്ട്. ഇത് ഇന്നലെ ഡോൺബോസ് മേഖലയിൽ നടന്നിട്ടുണ്ട്. Ka-52 അലിഗേറ്റർ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തത്. മാത്രമല്ല ഈ ഹെലികോപ്റ്റേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഗ്രേഡും റഷ്യ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി മറ്റൊരു വീഡിയോയിൽ പറയാം. എന്തായാലും ഈ റിഫൈനറിയിൽ നടന്ന അറ്റാക്കിലൂടെ റഷ്യക്ക് വലിയൊരു തിരിച്ചടി, ഒരു ഇടി തന്നെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ബിഗ്ഗസ്റ്റ് റിഫൈനറിയെ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും റഷ്യ തിരികെ വരും, അതറിയാം. കാരണം അവരുടെ പക്കൽ ഒരുപാട് റിഫൈനറീസ് ഉണ്ട്, ഓയിൽ റിസർവ് ഉണ്ട്. എന്നാൽ ഡാമേജ് ഒക്കെ മാറ്റാനായുള്ളൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ. ആ ടൈം പീരീഡിനും ഇത് കാരണം ഉണ്ടാകുന്ന എക്കണോമിക്കൽ ലോസ്, ഇതൊക്കെ റഷ്യ കൈകാര്യം ചെയ്യണം. അപ്പോൾ അത്ര വലിയൊരു തിരിച്ചടിയാണ് ഉക്രൈൻ നൽകിയത്. ഇതിന് തീർച്ചയായും റഷ്യ റെസ്പോൺസ് കൊടുക്കും. അവർ ഒരിക്കലും അങ്ങനെ നൽകാതിരിക്കുകയില്ല. അപ്പോൾ ഒരു ചെറിയ ഡ്രോൺ, മാക്സിമം അവർ ഉപയോഗിച്ചതെല്ലാം ഉക്രൈൻ്റെ ചില ലോക്കൽ മെയ്ഡ് ഡ്രോൺസ് ആണ്. അതിൻ്റെ വില $30,000-40,000 മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഒരു 20 ഡ്രോൺ അകത്തേക്ക് പോയാൽ ചിന്തിക്കുക കുറഞ്ഞത് എത്ര രൂപ വരുമെന്ന്. ഒരു $500,000 അത്രേ വരികയുള്ളൂ. പക്ഷേ അതുണ്ടാക്കിയ നഷ്ടമുണ്ടല്ലോ, അത് പല $1 മില്യൺ വളരെ സിമ്പിളായി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ വാർഫെയർ എത്രത്തോളം ഇവോൾവ് ആകുന്നു എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ പലർക്കും ഒരു ചോദ്യം വരാം, റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ എന്ത് ചെയ്യുകയായിരുന്നു, അവിടെ അത്ര ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. റഷ്യ ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഒരല്പം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പക്കൽ പോയിന്റ് ഡിഫൻസ് സിസ്റ്റം ഒരുപാടുണ്ട്, S-400 ഒരുപാടുണ്ട്. എന്നാൽ ഈ ലോ ഒബ്സർവബിൾ ടാർഗറ്റ്സ് ഒക്കെ അകത്തേക്ക് വരുമ്പോൾ എഫിഷ്യൻ്റായി ഇവയെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ചില ഡ്രോൺസിനൊക്കെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ഡ്രോണുകൾ ഈ മൾട്ടിപ്പിൾ ഡയറക്ഷനിൽ നിന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതെല്ലാം റഷ്യ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.